ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഏവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം നിങ്ങൾ തമ്പനയിലിൽ കണ്ട പോലെ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഒരു 35 വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും കണ്ടുവരുന്ന ഒരു വലിയ പ്രശ്നമാണ് നമ്മുടെ കാലുകളുടെ പ്രശ്നങ്ങൾ. ഓക്കെ, മിക്കവാറും ആൾക്കാർക്ക് ഈ കാലിൻ്റെ പ്രശ്നങ്ങൾ കാരണം ഹോസ്പിറ്റലുകളിൽ ഇങ്ങനെ നിരന്തരമായിട്ട് പോകേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ്. അതിന് വേണ്ടിയിട്ട് കാലിൻ്റെ ഓരോരോ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമ്മളൊരു ഹോസ്പിറ്റലിൽ പോകുന്നു. അവിടെ ചെന്ന് നമ്മൾ ഡോക്ടറെ കാണുന്ന സമയത്ത് ഡോക്ടർമാർ നമുക്ക് ഓയിൽമെൻറ്റുകൾ തരും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടർമാരെ കാണാതെ തന്നെ നമ്മൾ കുറച്ച് ടി വിയിലും അങ്ങനെയുള്ള മാധ്യമങ്ങളിലൊക്കെ കാണുന്ന കുറച്ച് കുഴമ്പുകളും തൈലങ്ങളും ഒക്കെ നമ്മൾ മേടിച്ച് പുരട്ടാറുണ്ട്. പക്ഷേ ഇതെല്ലാം തന്നെ നമുക്ക് ഒരാഴ്ച അല്ലെങ്കിൽ ഒരു 2 ആഴ്ച നമ്മൾ ഈ കുഴമ്പുകൾ പുരട്ടുന്ന ഒരു സമയം മാത്രം നമുക്ക് വേദനയ്ക്ക് ഒരു അല്പം ആശ്വാസം കിട്ടും. അതിനുശേഷം വീണ്ടും കാലുകളുടെ അവസ്ഥ പഴയതുപോലെ തന്നെ ആവാറാണ് പതിവ്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു ഓയിൽമെൻറ്റ് പുരട്ടിയത് കൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ കാലുകൾക്ക് വേണ്ടിയിട്ട് കുറേ കുഴമ്പുകൾ വാരിയിട്ടത് കൊണ്ടൊന്നും നമ്മുടെ ഈ കാലിൻ്റെ പ്രശ്നങ്ങൾ മാറാൻ പോകുന്നില്ല. നിങ്ങൾ അതിനു വേണ്ടി ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാലുകളുടെ വ്യായാമം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വീട്ടിൽ വളരെ നിസ്സാരമായിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് വ്യായാമങ്ങളുണ്ട്. നിങ്ങൾ ആ വ്യായാമങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ കാലുകൾക്കുണ്ടാകുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങളെ മാറ്റിയെടുക്കാൻ പറ്റുന്നതായിരിക്കും. കാലുകൾക്ക് നമ്മുടെ ഏറ്റവും വലിയൊരു മസിൽ ഗ്രൂപ്പാണ് നമ്മുടെ കാലുകൾ എന്ന് പറയുന്നത്. ഓക്കെ, കാലുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്ലൂട്ട് മസിലോട്ട് അത് ആരംഭിക്കുകയാണ്. നമ്മുടെ ഗ്ലൂട്ട്സ്, ഹാംസ്ട്രിങ്, തൈസ്, അതേ കണക്ക് തന്നെ നമ്മുടെ കാഫ് മസിൽ, ഇങ്ങനെ ഒരുപാട് വലിയ വലിയ മസിൽ ഗ്രൂപ്പുകളാണ് നമ്മുടെ കാലുകളിലുള്ളത്. നമ്മുടെ ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടാകുന്ന ഏതെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബലക്കുറവായിരിക്കാം നമ്മുടെ കാലുകൾക്കുണ്ടാകുന്ന ഈ ഉള്ള വേദനയ്ക്കും പെരുപ്പിനും അല്ലെങ്കിൽ അങ്ങനെ മറ്റുള്ള കാര്യങ്ങൾക്കെല്ലാം കാരണമാകുന്നത്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കൊച്ചു കൊച്ചു വ്യായാമങ്ങൾ ചെയ്ത് വീട്ടിൽ ശീലമാക്കുക. നിങ്ങൾക്ക് ഈ തൈലം പുരട്ടി, കുഴമ്പുകൾ പുരട്ടി, ചൂടും കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇരിക്കുന്ന ആ ഒരു സമയം മതിയാകും. നിങ്ങൾക്ക് അത്രയും കുറഞ്ഞ ഒരു സമയം മതിയാവും നിങ്ങൾക്ക് വ്യായാമങ്ങൾ ചെയ്യാനായിട്ട്. ഓക്കെ, തീർച്ചയായിട്ടും ഞാൻ ഉറപ്പ് പറയുന്നു, നിങ്ങൾ വ്യായാമങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, കാലിന് വേണ്ടുന്ന വ്യായാമങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കാലുകളുടെ പ്രശ്നങ്ങളെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. കാരണം ഇത് ഒരുപാട് പേര് പല വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണിത്. ഓക്കെ, ഡോക്ടർമാർ വരെ പറയുന്ന കാര്യമാണ്. നിങ്ങൾ കാലുകൾക്ക് നിങ്ങൾ സ്ട്രെങ്ത് എക്സസൈസുകൾ ചെയ്യൂ. നിങ്ങൾക്ക് നിസ്സാരമായിട്ട് ചെയ്യാവുന്ന, അപ്പോൾ പ്രായമായി വരുന്തോറും നമുക്ക് ചെയ്യാവുന്ന ഒരുപാട് വ്യായാമങ്ങളുണ്ട്. നമുക്കൊരു 35-40 വയസ്സിൽ ചെയ്യാവുന്ന ഒരുപാട് വ്യായാമങ്ങളുണ്ട്. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു വേദന വരാൻ വേണ്ടി കാത്തിരിക്കാതെ, അല്ലെന്നുണ്ടെങ്കിൽ വേദന വന്നതിന് ശേഷം നമ്മൾ ചികിത്സിക്കാൻ നടക്കാതെ, നമ്മൾ അതിന് മുമ്പേ തന്നെ ഇങ്ങനെയുള്ള വ്യായാമങ്ങളൊക്കെ ചെയ്തു തുടങ്ങുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഇങ്ങനെയുള്ള ഫിറ്റ്നസ് വീഡിയോസാണ് നമ്മൾ ഈ ചാനൽ വഴി ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ 2-3 വീഡിയോകളൊക്കെ അല്ലാതൊക്കെയുള്ള വീഡിയോകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രധാനമായിട്ടും ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള ഫിറ്റ്നസ് പരമായിട്ടുള്ള നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന വ്യായാമങ്ങളെയും ഡയറ്റിനെ കുറിച്ചുള്ള വീഡിയോകളാണ് ഞാൻ ഈ ഒരു ചാനലിൽ കൂടി ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം. അപ്പം നമുക്ക് വേറൊരു ചാനലുണ്ട്, അത് നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന വേറൊരു ചാനലാണ്. ഓക്കെ, അതും ഫിറ്റ്നസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചാനലാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, നമ്മുടെ ആ ഒരു ചാനൽ കാണാത്ത ആൾക്കാർക്ക്, നിങ്ങളുടെ പുതിയതായിട്ടൊക്കെ വരുന്ന ആൾക്കാർക്ക്, ഞാൻ പ്രധാനമായിട്ടും ഈ ഒരു ചാനൽ വഴി ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു 40 വയസ്സിന് ശേഷമുള്ള ആൾക്കാർക്കൊക്കെയുള്ള വർക്കൗട്ട് വീഡിയോകൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവണം. അപ്പം ഞാൻ പറഞ്ഞു വന്നതുപോലെ തന്നെ നിങ്ങളുടെ കാലുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വ്യായാമങ്ങൾ സ്റ്റാർട്ട് ചെയ്തോളൂ. ഒരുപാട് വ്യായാമങ്ങളൊക്കെ ഞാൻ എൻ്റെ ചാനൽ വഴി ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് സിമ്പിളായിട്ട് വീട്ടിൽ ഫോളോ ചെയ്യാൻ പറ്റിയ വ്യായാമങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കാൻ അത് ആ വ്യായാമങ്ങൾ ചെയ്യുന്ന വഴി സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇതിനകത്ത് വരുന്ന ഇങ്ങനെയുള്ള വ്യായാമങ്ങളുടെ വീഡിയോകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളിലോട്ട് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ആ ഒരു ബെൽ ബട്ടൺ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അതിലുപരിയായിട്ട് നിങ്ങൾക്ക് ഇതേപോലുള്ള നല്ല നല്ല അറിവുകളും ലഭിക്കുന്നതായിരിക്കും. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.